ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യൂദാസ് 30 വെള്ളി നാണയങ്ങളുമായി പ്രധാന പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും അടുത്ത് അവൻ ഇപ്രകാരം പറഞ്ഞു: ഇത് നിഷ്കളങ്ക രക്തത്തിൻ്റെ വിലയാണ്. ഞാൻ പാപം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? ഇത് നിന്റെ കാര്യമാണ്. യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കെടുത്തപ്പോൾ കിട്ടിയ ആ 30 വെള്ളി നാണയങ്ങളുമായി ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്നു ചത്തു. ഈശോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവന് വിചാരിച്ചത് പണവും ലഭിക്കും, ഈശോ രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ്. കാരണം ഈശോ മരിച്ചവരെ പോലും ഉയർപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ ചിന്ത ദൈവത്തിന് കൂടെയായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ചിന്തയോട് ചേർന്നല്ല അവൻ പോയിക്കൊണ്ടിരുന്നത്. കൂടെയാണെങ്കിലും മനോഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ കൂടെയാണെന്ന് പറയുകയും ഈശോയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ ഞാനും ഒരു യൂദാസാണ് എന്ന് തിരിച്ചറിയണം. ഈശോയുടെ ഹൃദയത്തുടിപ്പുകൾ ഒപ്പി മനസ്സിലാക്കിയത് ഈശോയുടെ പക്ഷത്തിലേക്ക് ചാരിക്കിടന്ന വിശുദ്ധ യോഹന്നാനാണ്. അവൻ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാക്കി. അവൻ എഴുതി, യേശു സ്നേഹമാണ്. ഇവിടെ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം അവന് 30 വെള്ളിക്കാശിനുള്ള ഭ്രമമുണ്ടായിരുന്നതുകൊണ്ട്, പണത്തോട് ഭ്രമമുണ്ടായിരുന്നതുകൊണ്ട്, അവൻ പണം സൂക്ഷിപ്പുകാരനായിരുന്നതുകൊണ്ട് അവൻ പണം എങ്ങനെയും കൈക്കലാക്കുവാനാണ് അവൻ ശ്രദ്ധിച്ചത്. അതിൽ വിലയുള്ളതാണ് നിന്റെ ഗുരു എന്ന് നീ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ യൂദാസ് മനസ്സിലാക്കിയില്ല. ആ വെള്ളി നാണയം അവൻ ദേവാലയത്തിലേക്ക് വിളിച്ചെറിഞ്ഞപ്പോൾ പ്രധാന ആചാര്യന്മാർ പറഞ്ഞു, പ്രധാന പുരോഹിതന്മാർ പറഞ്ഞു, ഇത് രക്തത്തിൻ്റെ പണമാണ്, ഇത് ദേവാലയത്തിനും ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് ന്യായമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ആ പണം കൊടുത്ത് വിദേശികളെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി കുശവൻ്റെ കയ്യിൽ നിന്ന് പറമ്പ് വാങ്ങി. ഇപ്പോൾ രക്തത്തിന് വിലയാണ് എന്ന് എല്ലാവർക്കും അറിയാം. യൂദാസ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർത്ത് അവൻ പാപം ചെയ്തു എന്നൊരു ബോധമുണ്ടായി. എന്നാൽ അവൻ ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വരാൻ തയ്യാറായില്ല. ഈശോ എപ്പോഴും എല്ലാവരെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ധൂർത്തനായ പിതാവ് തന്നെ ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, സ്നേഹത്തിൻ്റെ ധൂർത്ത് കാണിക്കുന്ന പിതാവ് പാപത്തിൻ്റെ ധൂർത്ത് കാണിച്ച തൻ്റെ മകനെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരുന്നത് പോലെ പിതാവായ ദൈവം നമ്മളേവരെയും കാത്തിരിക്കുന്നുണ്ട്, തിരിച്ചു ചെല്ലുവാൻ, അവനോട് കൂടെ ആയിരിക്കുവാൻ. നമ്മൾ വീണ്ടും കാണുക പത്രോസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. ഈശോയെ ബന്ധനസ്ഥനാക്കി പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരിക്കുകയായിരുന്നു. പത്രോസ് ഈശോയെ അകലെയായി അനുഗമിച്ചിരുന്നു. അവനും ആ തീക്കൂട്ടത്തിൻ്റെ അരിയിലേക്ക് അവൻ ചെന്നു. അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു പരിചാരിക അവനോട് പറഞ്ഞു, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു.
പത്രോസ് പറഞ്ഞു, സ്ത്രീയെ ഞാൻ അവനെ അറിയുക പോലുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ അവരിൽ ഒരുവൻ പത്രോസിനോട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അവൻ പറഞ്ഞു, ഞാൻ അവനെ അറിയുകയില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരുവനും പറഞ്ഞു, നീയും അവനോട് ഉണ്ടായിരുന്നവനാണ്, നീയും ഗലീലക്കാരനല്ലേ. അവിടെയും പത്രോസ് തർക്കിക്കുകയാണ്, എനിക്കവനെ അറിയുക പോലുമില്ല. അവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോഴി കൂവി. ഈശോ അവനെ തിരിഞ്ഞു നോക്കി. അവൻ ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ഈശോ അവനോട് പറഞ്ഞിരുന്നു, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുമെന്ന്. തൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ, എപ്പോഴും ഈശോ അനുഗമിച്ചിരുന്നവൻ, അവൻ ആ സമയത്ത് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുക. അവനെയും അവർ പിടിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്ത് തന്നെയായിരുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈശോയെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? നമ്മുടെ കാര്യലാഭത്തിന് വേണ്ടി, നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഈശോയെ തള്ളിപ്പറഞ്ഞ സാഹചര്യം ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഈശോ നിന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞു. പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ട് ഈശോയുടെ പക്കലേക്ക് തിരിയുകയാണ്. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ആ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെട്ട് ഈശോയുടെ പക്കലേക്ക് തിരിയുകയും ചെയ്യുക. പത്രോസിനെയാണ് ഈശോ, പത്രോസ് നീ പാറയാകുന്നു, പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയുമെന്ന് ഈശോ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, മൂന്നാമതായി നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. കുരിശിൽ തൂക്കപ്പെട്ട കള്ളന്മാരെയാണ് നമ്മൾ കാണുക. ഈശോയുടെ കൂടെ, ഈശോയുടെ ഇടതും വലതുമായി 2 കള്ളന്മാരെ കുരിശിൽ തൂക്കി. അവരിൽ ഒരുവൻ പറഞ്ഞു, അവൻ ഈശോയെ ദുഷിച്ച് സംസാരിച്ചു. എന്നിട്ട് അവൻ പറയുകയാണ്, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ ഈ കള്ളനോട് പറയുന്നുണ്ട്, നിനക്ക് ദൈവഭയമില്ലേ? നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നീയും ഇതേ ശിക്ഷാവിധിയിൽ തന്നെയല്ലേ? ഇവനോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാനാണ്. അവൻ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ഈശോയോട് വീണ്ടും പറയുകയാണ്, നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവൻ തൻ്റെ തെറ്റിന് കിട്ടിയ ശിക്ഷയാണ് കുരിശുമരണമെന്ന് അവന് തിരിച്ചറിയാം. എന്നാൽ അവൻ ഈശോയെക്കുറിച്ച് യാതൊരു അധിക്ഷേപ വാക്കും പറഞ്ഞില്ല. ഈശോ തെറ്റ് ചെയ്യാതെയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവനറിയാം. ഈശോ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോൾ, അതായത് അവൻ്റെ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്, അവിടെ ആയിരിക്കുമ്പോൾ നീ എന്നെയും കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവനോട് മറുപടി പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിലായിരിക്കും. അനുതപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക. ഈശോയോടൊപ്പം നീ സ്വർഗരാജ്യത്തിലായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. അതെ, നമ്മുടെ കഴിഞ്ഞുപോയ തെറ്റുകൾ ഓർത്ത് അനുതപിച്ച്, പശ്ചാത്തപിച്ച്, മാനസാന്തരപ്പെട്ട് ഈശോയോട് ചേരുമ്പോൾ അവൻ നമ്മളെ കരങ്ങൾ പിടിച്ച് ഉയർത്തും, നമ്മളെ അവനോടൊപ്പം ഇരുത്തുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും നമ്മുടെ വന്ന് നിറയുവാനും യഥാർത്ഥമായ മാനസാന്തരാനുഭവം ലഭിക്കുവാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
സ്തുതി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.